ഹായ് എവരി വൺ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ മറ്റു വർക്ക്സിലേക്ക് വരാം. പാസേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിവ്യൂ ഉണ്ട്. അതിൽ റിവ്യൂ നിങ്ങൾക്ക് തരാം. പാസേജ് ക്വസ്റ്റ്യൻസും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആ സ്റ്റോറി വായിക്കുമ്പം വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി റിവ്യൂ വൃത്തിയായിട്ട് പഠിക്കുമ്പം, ഭംഗിയായിട്ട് റിവ്യൂ പഠിക്കുമ്പം അതിനകത്ത് മിക്കവാറും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും കൂടെ കയറി വരും. അപ്പോൾ അങ്ങനെയുള്ളവ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ ഈസിയാണ്. ഒരു റിവ്യൂ നമുക്ക് ഏറ്റവും മിനിമം ഒരു 1.5 പേജ് റിവ്യൂ എഴുതണം. ഒരു 2.5 പേജിലേക്ക് അപ്പുറത്തേക്ക് പോവുകയും വേണ്ട. ഇപ്പോൾ റിവ്യൂ, നല്ലൊരു റിവ്യൂ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു കുറച്ച് ടിപ്സ് ഞാൻ ഈ റിവ്യൂ തന്നതിന് ശേഷം നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മൾ എന്നും രാവിലെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പം ഒരു 10 മിനിറ്റ് മാത്രം ജസ്റ്റ് തന്നിരിക്കുന്ന, ഞാനൊരു പിക്ചറാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പിക്ചറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ താഴെ സമയമെടുത്ത് നമുക്ക് ആ ഫുൾ ലെസൺ നമുക്ക് നമ്മളുടെ തന്നെ ബ്രെയിനിലൊന്ന് റീവൈൻഡ് ചെയ്യാൻ പറ്റും. ആ ഫുൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ലാപ്ടോപ്പൊക്കെ ഓണാക്കുമ്പോൾ പിക്ചേഴ്സൊക്കെ കയറി വരുന്ന മാതിരി നമുക്കിത് നമ്മുടെ മെമ്മറിയിലേക്ക് ഫുൾ സെൻറ്റൻസ് ആയിട്ടാണ് ഞാൻ തരുന്നത്. ചിലപ്പോൾ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസൊക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ ഫുൾ സെൻറ്റൻസ് ആയിട്ടാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മെമ്മറിയിലേക്ക് അങ്ങനെ അത് വരുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ റിവ്യൂ ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിക്കണം. ആ 3 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ റിവ്യൂ പഠിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല ടീച്ചറെ, എനിക്കത് അത്ര ഇംഗ്ലീഷ് വിഷമമാണ്, ഇങ്ങനെ ആരും പറയണ്ട. വിഷമമുള്ളവനോ എളുപ്പമുള്ളവനൊന്നും ഒന്നുമില്ല. ഇതെല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് റിവ്യൂ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ എന്താണോ, എവിടെയാണോ നിങ്ങൾ, ഏത് മാർക്കാണോ നിങ്ങളുടെ ലക്ഷ്യം, അതിനേക്കാൾ ഒരിക്കലും താഴെ പോരില്ല. ആ രീതിയിൽ നമുക്ക് റിവ്യൂ പഠിക്കാം. ഇനി റിവ്യൂവിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന് നമുക്കൊന്ന് നോക്കാം. റിവ്യൂവിൽ ഇൻട്രൊഡക്ഷൻ വരണം, അതിൻ്റെ കുറച്ചൊരു ആ സ്റ്റോറിയുടെ ഒരു ഷോർട്ട് സമ്മറി വരണം, അതായത് ബോഡി. ഇനി കൺക്ലൂഷൻ വരണം. 3 പാർട്ടാണ്: ഇൻട്രൊഡക്ഷൻ, ബോഡി ഓഫ് റിവ്യൂ, കൺക്ലൂഷൻ. ഇനി ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരേണ്ടതെന്ന് നോക്കാം. ടൈറ്റിൽ വരണം. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ് ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ, അതിൻ്റെ ഹെഡിങ്. ഇനി അതിൻ്റെ ഓതറിനെ എപ്പോഴും മെൻഷൻ ചെയ്യുക. നമ്മൾ എപ്പോൾ വായിക്കുമ്പോഴും, അത് ഞാൻ ആദ്യം ലെസൺ എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു, എപ്പോൾ ഷോർട്ട് സ്റ്റോറി വായിക്കുമ്പോഴും അല്ലെങ്കിൽ എപ്പോൾ ലെസൺ വായിക്കുമ്പോഴും എങ്ങനെ വായിക്കണം, അതിൻ്റെ ടൈറ്റിലും ഓതറും. ഇനി അടുത്തത് ടൈറ്റിൽ, ഓതർ, ജോണർ. ജോണർ എന്ന് പറഞ്ഞാൽ അത് ഏത് കാറ്റഗറി, ഷോർട്ട് സ്റ്റോറിയാണോ അതോ എസ്സേ ആണോ, അതിനൊരു പോമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരേണ്ടത്. അതിൻ്റെ സ്പെല്ലിങ് ഇതാണ്: GENRE. ഒന്നും കൂടെ പറയാം സ്പെല്ലിങ്: GENRE. പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് ജനർ എന്നല്ല, ജോണർ. ഇനി തീം, ആ സ്റ്റോറിയുടെ ഒരു തീമും നമ്മളത്ര. അപ്പം ടൈറ്റിൽ വരണം, ഓതർ വരണം, ജോണർ വരണം, തീം വരണം. ഇനി ബോഡിക്കകത്ത് സമ്മറി ഓഫ് ദ മെയിൻ പ്ലോട്ട്, സ്റ്റോറിയുടെ ഒരു ചെറിയ സമ്മറി. ഇനി കൺക്ലൂഷനകത്ത് യുവർ ഇംപ്രഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, മെസ്സേജ്. സ്റ്റോറിയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുന്നത് ലാസ്റ്റ് പാർട്ടിലാണ്. നല്ല സ്റ്റോറി ആയിരുന്നു, ഇൻസ്പയറിംഗ് ആണ്, മോട്ടിവേറ്റിംഗ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവിടെയാണ്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ചിലപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത്. ഇനി മെസ്സേജ്, മിക്കവാറും സ്റ്റോറികൾക്കെല്ലാം ഒരു മെസ്സേജ് ഉണ്ട്, ഇല്ല, അതിനൊരു ഗുണപാഠം ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോറിയിലെ നമ്മൾ ഈ സ്റ്റോറി വായിക്കുമ്പം ആ യങ് സീകളിനോടൊപ്പം തന്നെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ആ യങ് സീകൾ പലപ്പോഴും നമ്മളെ തന്നെ ഇമാജിൻ ചെയ്യും. നമ്മളാണ്, അല്ലെ, ഈ സിറ്റുവേഷൻ നമ്മളാണ്, നമുക്ക് പലപ്പോഴും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം, അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അതിജീവിക്കണം. ആ പക്ഷിയുടെ ഒപ്പം നമ്മളും കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സ്റ്റോറി ശരിക്കും വായിക്കുന്നവർക്കാണേ. അപ്പോൾ അതോ രീതിയിൽ വായിക്കുക, അപ്പോൾ കിട്ടും. ഞാൻ ആദ്യം ഈ റിവ്യൂ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ എഴുതിയെടുക്കണം, പാരഗ്രാഫ് വൈസ് പറയാം. അപ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഇൻട്രൊഡക്ഷൻ എവിടെ തീരുന്നു, അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് കൺക്ലൂഷൻ എവിടെ തുടങ്ങുന്നു, അങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോ? എഴുതിയെടുത്തോ. ദ ഷോർട്ട് സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് by Liam O'Flaherty tells us about a young seagull who was scared to fly for the first time. He feared that his wings wouldn't support him up in the air. The story emphasizes the importance of facing obstacles or hurdles bravely and boldly, and one should inculcate the spirit of never give up attitude to attain success. Also, the author underlines the need of self-confidence, self-esteem, and self-reliance. Flaherty has employed very simple but powerful language to convey this wise message to readers. ഇൻട്രൊഡക്ഷൻ അവിടെ കഴിഞ്ഞു. അവിടെ സംശയങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം വരുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് ലൈൻ ഇട്ട് അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ഇട്ടങ്ങ് പോയാൽ മതി. ഞാൻ വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് സംശയം വരുന്ന വേർഡ്സ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി അടുത്ത നമ്മുടെ ബോഡി അല്ലെങ്കിൽ സ്റ്റോറിയുടെ സമ്മറി വരുവാണ്. ഹിയർ ഇൻ ദി സ്റ്റോറി എ യങ് സീഗൾ വാസ് സ്റ്റാൻഡിങ് എലോൺ ഓൺ എ ഹ്യൂജ് റോക്ക് ഇൻ ദ സീ. ഹിസ് പാരൻസ് tried their maximum to make him fly, but he was afraid to take the challenge. He thought that his wings were not strong enough to support him. The vast sea also was another obstacle on his way to success. His parents and siblings left the ledge, leaving the young seagull alone there. The other 3 young ones were given proper training in the art of flight, all the techniques in floating the water and diving for fish. His older brother then caught his first herring and ate it. Getting perfect coaching from parents, he proved he was brilliant and bold to face the challenges in sea life. The whole family came around him, praising and encouraging. They enjoyed his success and laughed at the little one's cowardice. ആ പാരഗ്രാഫ് അവിടെ തീർന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. There was nothing to eat on that big rock. The hero or the little seagull, tired of hunger and heavy heat. It was 24 hours he was sitting there. Finally, he was forced to eat the eggshells
from which he and his brothers hatched out. That was like eating a part of himself, a very pathetic situation faced by the little bird. He thought about some other means to reach his parents in the opposite cliff without flying. But on each side of him, the ledge ended in sheer fall of precipice. He then became helpless. Then he pretended to be sleeping on one leg to get the attention of his parents. Still then, they took no notice. Next paragraph. Then his mother tore a fish, lay at her feet, and scraped her beak on the rock. The sight of food maddened him. He begged his mother for some food, but she didn't give ear to him. He continued his begging sadly. Hearing his request, she took a piece of fish and flew towards him. When she reached near him, she stood motionless in the air. Maddened by hunger, he dived at the fish. His mother then soared upwards. Next paragraph. Though a monstrous terror seized him, he survived the situation or risk. He felt that his wings cutting through the air and soaring gradually. His parents and siblings flew around him joyfully to support and encourage him. Finally, the young seagull was successful in his attempt. The dear ones surrounded him, praising and offering him his favorite dogfish. Last paragraph, conclusion. The story relates the importance of independence and self-confidence. The author unleashes the need of bravery and courage to attain success. Hardworking is another tool
to reach our aim. No pain, no gain. We can't achieve anything without facing challenges. Challenges and obstacles are quite often in life. It's our duty to survive the struggles and become successful. പോസിറ്റീവ് എന്ന് പറഞ്ഞവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ബോൾഡ്, ദെൻ ഫേസ് ഒബ്സ്റ്റക്കിൾസ് ബ്രേവ്ലി ആൻഡ് കറേജിയസ്ലി, ഇൻകൾക്കേറ്റ് എ സ്പിരിറ്റ് ഓഫ് നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. അതും ഒരു പുതിയ ഇത് കൊടുത്തേക്കുന്നതാണ്, കൺസിസ്റ്റൻറ്റ്, സ്ഥിരോത്സാഹം. പിന്നെ ഒരെണ്ണം ഞാൻ ബ്ലൂ എങ്കിലാണ് കൊടുത്തിരിക്കുന്നത്, കാരണം അത് ലാസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന ഭാഗം ഒന്നിച്ച് വന്നേക്കുന്നതാണ്, സിമ്പിൾ ആൻഡ് പവർഫുൾ ലാംഗ്വേജ്. അപ്പം നമ്മുടെ വേരുകൾ എത്ര ശക്തമാണോ അത്രയായിരിക്കും ആ മരത്തിൻ്റെ സ്ട്രെങ്ത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് വേണ്ടുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, ആ കാര്യങ്ങളെല്ലാം വേരുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല, ഇത് ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. ഓഥറിൻ്റെ പേരും പിന്നെ അത് ഷോർട്ട് സ്റ്റോറി ആണെന്നുള്ളതും ഞാനിവിടെ അല്ലാതെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആ കൂട്ടത്തിൽ വന്ന നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫും ഓക്കെ ആയി. ഇനി ഞാനിതിൻ്റെ ട്രങ്കായിട്ട്, അതായത് മരത്തിൻ്റെ കാണ്ഡമായിട്ട് കൊടുത്തിരിക്കുന്നത് അംബീഷൻ. അവിടെ അത് ഗ്രീൻ ഇങ്കിലാണ് കൊടുത്തേക്കുന്നത്, അംബീഷൻ. അവിടെ ഒപ്പം ബി സക്സസ്ഫുൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസുകൾ എങ്ങനെ വരണം? യങ് സീകൾ, ആദ്യത്തെ ഫസ്റ്റ്, അതായത് നമ്മുടെ സ്റ്റോറിയുടെ സമ്മറിയാണ് വന്നേക്കണം ഫുള്ള്. യങ് സീകൾ എലോൺ, വാസ്റ്റ് സീ ബെനീത്ത്. അതായത് ഫുൾ സെൻറ്റൻസുകളല്ല, ആ സെൻറ്റൻസിൻ്റെ മെയിൻ പാർട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളത് എസ്സേ 2-3 പ്രാവശ്യം വായിക്കണം. എന്നിട്ട് ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക്, അപ്പോൾ ഈ മരത്തിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്, എത്ര വേരുകളുണ്ട്, ഈ സൈഡിൽ എന്താ ചിത്രത്തിൽ കൊടുത്തേക്കണം, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കോട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല കോട്ടിങ്സ് ഇതിന് സ്യൂട്ട് ചെയ്യുന്നത് കൊടുക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ ഈ മരത്തിൻ്റെ ബ്രാഞ്ചസിലേക്ക് വരുവാണ്. അപ്പോൾ ആദ്യത്തെ ബ്രാഞ്ച് യങ് സീകൾ എലോൺ, വാസ്റ്റ് സീ ബെനീത്ത്, വിങ്സ് ആർ നോട്ട് സപ്പോർട്ടീവ്, ദ ഡെപ്ത് ഓഫ് ദ സീ. അതിൽ തന്നെ ആ പാരഗ്രാഫ് ഇച്ചിരി ലെങ്തി പാരഗ്രാഫാണ്. പാരൻസ് ലെഫ്റ്റ് ദ ലെഡ്ജ്. പിന്നെ മറ്റവർക്ക് കൊടുത്തിരിക്കുന്ന പെർഫെക്ഷനാണ്. ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, സ്കിം ദ വേവ്സ്, ഡൈ ഫോർ ഫിഷ്. ഇനി പ്രൈസിങ് ദ സക്സസ്, അതായത് സക്സസ് ഓഫ് ദ ഓൾഡർ ബ്രദർ. പിന്നെ ലാഫിങ് അറ്റ് ഹീസ് കവാർഡിസ്. ഇനി അടുത്ത ബ്രാഞ്ചായിട്ട് വന്നേക്കണം യങ് സീകൾ വാണ്ട്സ് ടു റീച്ച് ഹീസ് പേരൻസ്. അടുത്തത് ഷിയർ ഫോളോ പ്രിസിപ്പിസ്, പ്രിറ്റൻഡഡ് ടു ബി സ്ലീപ്പിംഗ് ആൻഡ് മദർ ടോർ എ ഫിഷ്. ആ മെയിൻ ഐഡിയാസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി യങ് സീകൾ അടുത്തത് ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്, ടെറർ സീസ്ഡ് ഹിം, സർവൈവ്ഡ് ദ സിറ്റുവേഷൻ, സോറിങ് ഗ്രാജുവലി, ബിക്കം സക്സസ്ഫുൾ. ആ ബിക്കം സക്സസ്ഫുൾ എന്നുള്ളത് ഞാൻ ഗ്രീൻ ഇങ്കിലാണ് കൊടുത്തേണ്ടത്. കാരണം അത് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളതൊക്കെ നിങ്ങൾ ഗ്രീൻ ഇങ്കിൽ കൊടുത്തോളണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തേക്ക് ആ സംഭവം കയറി വരും. ഇനി നോ പെയിൻ നോ ഗെയിൻ, ഒബ്സ്റ്റക്കിൾസ് ആർ ക്വൈറ്റ് ഓഫൺ, ഹാർഡ് വർക്കിംഗ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. അതും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് ആ എസ്സേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് ഞാൻ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഒരു കോട്ടും ഒരു ജനറൽ കോട്ടിങ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അവർ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഈസ് നോട്ട് ഇൻ നെവർ ഫോളിങ് ബട്ട് റൈസിങ് ഈച്ച് ടൈം. നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും വീഴാതിരിക്കലല്ല, എത്ര പ്രാവശ്യം വീണാലും അവിടുന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള കുതിക്കലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എസ്സേ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇത് ഈസി ആണോ ഈ ഒരു മെത്തേഡ്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കേ.